ഇന്നലെയാണ് നടി അനുമോൾ ആ സന്തോഷ വാർത്ത തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത്. തൻ്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ഭാഗമായി ആ വിശേഷം തേടിയെത്തിയപ്പോൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു നടി. ആ വിശേഷം മറ്റൊന്നുമല്ല, ഒരു അവാർഡാണ്. ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ച സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ നടിയാണ് അനുമോളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലെ അഭിനയത്തിനാണ് അനുമോളെ തേടി ഈ അസുലഭ നേട്ടം എത്തിയത്. അവാർഡ് പ്രഖ്യാപനം എത്തും നേരം കേരളത്തിലെ സൂപ്പർ ഷോയുടെ ഷൂട്ടിങ്ങിലായിരുന്നു നടിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് അവാർഡ് കിട്ടിയെന്ന വാർത്ത എത്തിയപ്പോൾ നിറകണ്ണുകളോടെ നിന്ന നടിയെയാണ് ആരാധകർ വീഡിയോയിലൂടെ കണ്ടത്. ലക്ഷ്മി നക്ഷത്രയാണ് ആ വീഡിയോ പകർത്തിയത്. സന്തോഷം കൊണ്ട് കണ്ണീരിൻ്റെ നനവോടെ നിന്ന് അനുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയും മൃദുലയ്ക്കൊപ്പം നിന്ന് ആ വിശേഷം പങ്കുവെക്കുകയുമായിരുന്നു ലക്ഷ്മി നക്ഷത്ര. ഇവരെ കൂടാതെ ഫ്ലവേഴ്സും ബിനീഷ് ബാസ്റ്റിനുമെല്ലാം അനുമോൾക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റുകൾ ഇട്ടിരുന്നു. സ്റ്റാർ മാജിക് പോലെ തന്നെ അനുമോളെ മിനിസ്ക്രീൻ ആരാധകർക്ക് പരിചിതമാക്കിയ പരമ്പരകളാണ് സുരഭിയും സുഹാസിനിയും അബീവട്സ് മഹിയുമെല്ലാം. നടി മല്ലികയ്ക്കൊപ്പം നിറഞ്ഞാടിയ അനുമോളെ സുരഭിയും സുഹാസിനിയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. മല്ലികാമ്മയ്ക്ക് സുഖമില്ലാതായതോടെ സുരഭിയും സുഹാസിനിയും പരമ്പര നിർത്തിവച്ചിരുന്നു. മല്ലികാമ്മ ആരോഗ്യം വീണ്ടെടുത്തതോടെ വീണ്ടും ആരംഭിച്ച പരമ്പരയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പുനരാരംഭിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടാം വരവിലെ സുരഭിക്ക് കുറച്ച് തടിയും വണ്ണവുമൊക്കെ വേണമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്നാണ് നടിയെ മാറ്റിയത്. എന്നാൽ ഏറെ ഹിറ്റായി സംപ്രേക്ഷണം ചെയ്തിരുന്ന പരമ്പരയിൽ സുരഭിയായി അനുമോൾ എത്തിയില്ലെങ്കിൽ പിന്നെന്തിനു കൊള്ളാമെന്ന് ആരാധകരും പറഞ്ഞതോടെയാണ് അണിയറ പ്രവർത്തകർ തീരുമാനം മാറ്റിയത്. അങ്ങനെ പരമ്പരയിലേക്ക് അനുമോൾ തിരിച്ചെത്തുകയും ചെയ്തു. സുരഭിയും സുഹാസിനിയും സംവിധാനം ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ് അബീവട്സ് മഹിയും സംവിധാനം ചെയ്യുന്നത്. പരമ്പരയിൽ ഇനി ഉണ്ടാകില്ലെന്ന് അനു തന്നെ തുറന്നു പറഞ്ഞ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനു താഴെ അനു ഇല്ലെങ്കിൽ ഈ സീരിയൽ കാണില്ലെന്നും തിരിച്ചു വരണം എന്നുമൊക്കെയാണ് നൂറുകണക്കിന് പേർ കമൻറ്റ് ചെയ്തത്. വിവിധ പരമ്പരകളിൽ മുന്നേ അഭിനയിച്ചിട്ടുള്ള അനുമോൾക്ക് ഏറെ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്ത പരമ്പരയാണ് സുരഭിയും സുഹാസിനിയും. പാവങ്ങളുടെ പ്രയാഗ മാർട്ടിൻ എന്നൊക്കെ ആരാധകർക്കിടയിൽ പേരുള്ള നടിയാണ് അനു. സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ സജീവമാണ് താരം. കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി അനുമോൾ. ടെലിവിഷൻ പരമ്പരകളിലൂടെ മിനിസ്ക്രീനിൽ എത്തിയ അനുമോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിൽ എത്തിയതോടെയാണ്. ഷോയിലൂടെ അനു മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു. സ്റ്റാർ മാജിക് ആരാധകരെ സംബന്ധിച്ച് തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് അനു. പ്രേക്ഷകർക്ക് അത്രയേറെ ഇഷ്ടമാണ് താരത്തെ. തൻ്റെ നിഷ്കളങ്കതയും എനർജിയും ഒക്കെ കൊണ്ടാണ് അനു ആരാധകരെ നേടിയെടുത്തത്. 10 വർഷത്തോളമായി ടെലിവിഷൻ രംഗത്തുള്ള അനുവിനെ ആളുകൾ കൂടുതലും അറിഞ്ഞതും സ്നേഹിച്ചതും സ്റ്റാർ മാജിക് പ്രോഗ്രാം തുടങ്ങിയ ശേഷമാണ്. പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരവും അനുവാണ്. തിരുവനന്തപുരം സ്വദേശിനിയാണ് അനു. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും നടിക്കുണ്ട്. തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയുമെല്ലാം അനു ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ധാരാളം അഭിമുഖങ്ങളിലും നടിയെത്താറുണ്ട്. പലപ്പോഴും അഭിമുഖങ്ങളിൽ താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. 2023 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. അമൃത ടിവിയിൽ പ്രക്ഷേപണം ചെയ്ത ആൺപിറന്നോൾ മികച്ച ടെലിവിഷൻ പരമ്പരയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൺമഷി എന്ന ടെലിഫിലിമിലൂടെ അനൂപ് കൃഷ്ണൻ മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹനായി. മികച്ച നടിക്കുള്ള പുരസ്കാരം റിയ കുര്യോക്കാസ്, മറിയം ഷാനൂബ് എന്നിവർ പങ്കിട്ടു. ഫ്ലവേഴ്സ് ടിവിയിലെ സൂസു സുരഭിയും സുഹാസിനിയും മികച്ച രണ്ടാമത്തെ ടെലിവിഷൻ പരമ്പരയ്ക്കുള്ള പുരസ്കാരം നേടി. മികച്ച ടെലിഫിലിമിനുള്ള പുരസ്കാരം അനൂപ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കൺമഷിക്ക് ലഭിച്ചു.